ഹലോ നമസ്കാരം. ചോയ്സ് പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. എറണാകുളം ജില്ലയിൽ കാക്കനാടടുത്തായി പുക്കാട്ടുപടി എന്ന ജംഗ്ഷനിൽ നിന്നും വളരെ അടുത്തായി സ്ഥിതി ചെയ്യുന്ന ഒരു മനോഹരമായൊരു ബഡ്ജറ്റ് വില്ലയുടെ വിശേഷങ്ങളുമായാണ് ഇന്ന് ഞങ്ങൾ എത്തിയിരിക്കുന്നത്. ഈ വീട്ടിൽ നിന്ന് രാജഗിരി മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലേക്ക് 5.5 കിലോമീറ്ററും കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് 10 കിലോമീറ്ററും ബസ് സ്റ്റോപ്പിലേക്ക് വരുന്ന ദൂരം 700 മീറ്ററുമാണ്. 3.25 സെൻറ്റിൽ 1650 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂം പ്ലസ് യൂട്ടിലിറ്റി ആയിട്ടാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. പൂർണ്ണമായും വാസ്തുപരമായി തന്നെ നിർമ്മിച്ചിരിക്കുന്ന ഈ വീടിൻ്റെ ദർശനം വരുന്നത് വടക്ക് ദിക്കിലേക്കാണ്. വീടിന് മുന്നിലായി വരുന്ന 4 മീറ്ററോളം വീതിയുള്ള വഴി ഇന്റർലോക്ക് കട്ടകൾ വിരിച്ച് ഫിനിഷ് ചെയ്യുന്നതാണ്. വലിയൊരു സ്ലൈഡിംഗ് ഗേറ്റ് തുറന്ന് നമ്മൾ നേരെ കയറി ചെല്ലുന്നത് ഈ വീട്ടിലെ ഡെഡിക്കേറ്റഡ് കാർ പാർക്കിംഗ് ഏരിയയിലേക്കാണ്. ഒരു ഇന്നോവ കാർ സുഖമായി നമുക്കിവിടെ പാർക്ക് ചെയ്യാവുന്നതാണ്. അതുകൂടാതെ മറ്റൊരു വലിയ വണ്ടി കൂടി ഇടാനുള്ള സൗകര്യം ഈ വീടിൻ്റെ മുന്നിലായി നമുക്ക് ലഭിക്കുന്നുണ്ട്. കൃത്യമായി വടക്ക് കിഴക്ക് മൂലയിൽ തന്നെയാണ് ഈ വീടിൻ്റെ കിണർ സ്ഥാപിച്ചിരിക്കുന്നത്. മുറ്റം മുഴുവനായി തന്നെ കടപ്പാക്കലുകൾ വിരിച്ചിട്ടുണ്ട്. ആർട്ടിഫിഷ്യൽ ഗ്രാസ് കൊടുത്ത് ഫിനിഷ് ചെയ്യാനാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. 2 വണ്ടികൾ ഒരേ സമയം സുഖമായി ഇടാവുന്ന രീതിയിലാണ് പാർക്കിംഗ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഡാർക്ക് ബ്ലാക്ക് കളറിലുള്ള ഗ്രാനൈറ്റുകളാണ് ഇവിടെ സിറ്റ് ഔട്ടിലായി ഉപയോഗിച്ചിരിക്കുന്നത്. സിറ്റ് ഔട്ടിലായി മൾട്ടിവുഡിൽ ഫിനിഷ് ചെയ്ത ഒരു ഭംഗിയുള്ള ഷൂറാക്കും ഇവിടെ ബിൽഡർ നൽകിയിട്ടുണ്ട്. കൂടുതൽ വിശേഷങ്ങൾക്കായി നമുക്ക് ഈ വീടിന്റെ അകത്തേക്കൊന്ന് കയറി നോക്കാം. മെയിൻ ഡോർ തുറന്നാൽ നമ്മൾ ആദ്യം കാണുന്നത് വിശാലമായൊരു ഗസ്റ്റ് ലിവിംഗ് ഏരിയയാണ്. മൾട്ടിവുഡിൽ തീർത്ത മനോഹരമായൊരു TV യൂണിറ്റും ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ സ്റ്റോറേജ് സ്പേസ് ഒക്കെ കൊടുത്തുകൊണ്ടാണ് TV യൂണിറ്റ് ചെയ്തിരിക്കുന്നത്. വിൻഡോയിൽ ചെയ്തിരിക്കുന്ന പാനലിംഗ് വർക്ക് ലിവിംഗ് ഏരിയയുടെ ഭംഗി കൂട്ടാൻ ഏറെ സഹായിക്കുന്നുണ്ട്. ഭംഗിയുള്ളൊരു സീലിംഗ് വർക്കും ഇവിടെ നമുക്ക് കാണാം. ലിവിംഗ് ഏരിയയിൽ നിന്ന് നമ്മൾ നേരെ കയറി ചെല്ലുന്നത് ഈ വീട്ടിലെ ഡൈനിങ് ഏരിയയിലേക്കാണ്. നല്ല സ്പേഷ്യസ് ആക്കി തന്നെയാണ് ഡൈനിങ് ഏരിയ നിർമ്മിച്ചിരിക്കുന്നത്. ഏകദേശം 15 അടിയോളം നീളമാണ് ഈ ഡൈനിങ് ഏരിയക്ക് വരുന്നത്. ഡൈനിങ് ഏരിയയിൽ നിന്ന് ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറി പോകുന്ന സ്റ്റെയറിന് തൊട്ട് ചേർന്ന് തന്നെയാണ് വാഷ് കൗണ്ടർ ഒരുക്കിയിരിക്കുന്നത്. വാഷ് കൗണ്ടർ ഒതുക്കി മാറ്റി ചെയ്തത് കൊണ്ട് തന്നെ ഡൈനിങ് ഏരിയ മുഴുവനായി ഉപയോഗപ്പെടുത്താവുന്നതാണ്. അടുത്തതായി നമുക്ക് ഈ വീട്ടിലെ കിച്ചണിലേക്കൊന്ന് പോയി നോക്കാം. മൾട്ടിവുഡിൽ മനോഹരമായൊരു പാർട്ടീഷൻ വർക്ക് ചെയ്ത് ഒരു ഓപ്പൺ കിച്ചൺ കൺസെപ്റ്റ് ആയിട്ടാണ് ഈ വീട്ടിലെ കിച്ചൺ ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ വലിയൊരു ക്രോക്കറി യൂണിറ്റും ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് ഒക്കെ കൊടുത്തുകൊണ്ട് തന്നെയാണ് ഈ ഭാഗം ചെയ്തിരിക്കുന്നത്. കൃത്യമായി കിഴക്ക് ഭാഗത്തേക്ക് ഗ്യാസ് സ്റ്റൗ വെക്കാവുന്ന രീതിയിലാണ് ഈ വീടിൻ്റെ അടുക്കള അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ബിൽഡർ ഇവിടെ ഒരു ചിമ്മിണിയും കസ്റ്റമർക്കായി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. താഴെയും മുകളിലുമായി ആവശ്യത്തിന് കബോർഡ് വർക്കുകൾ ചെയ്തുകൊണ്ട് തന്നെയാണ് കിച്ചൺ ഭംഗിയാക്കിയിരിക്കുന്നത്. ഇനി നമുക്ക് ഈ വീട്ടിലെ 1ാമത്തെ ബെഡ്റൂമിലേക്ക് ഒന്ന് കയറി ചെല്ലാം. ഏകദേശം 12 അടി നീളവും 11 അടി വീതിയുമുള്ള വലിയൊരു ബെഡ്റൂം തന്നെയാണ് ഇവിടെ നമുക്ക് കാണാനാവുന്നത്. 3 പാളികളുള്ള വലിയൊരു വാർഡ്രോബും അതിനോടൊപ്പം തന്നെ ഒരു ഡ്രസ്സിംഗ് യൂണിറ്റ് ഒക്കെ കൊടുത്തുകൊണ്ടാണ് കബോർഡ് ചെയ്തിരിക്കുന്നത്. മനോഹരമായൊരു സീലിംഗ് വർക്കും ഈ റൂമിൽ നമുക്ക് കാണാം. നമുക്കിനി ഈ റൂമിലെ അറ്റാച്ച്ഡ് ബാത്റൂം ഒന്ന് കണ്ടു നോക്കാം. സിറ ബ്രാൻഡിന്റെ ഫിറ്റിംഗ്സ് ആണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഈ വീടിന്റെ ഗ്രൗണ്ട് ഫ്ലോറിലെ വിശേഷങ്ങൾ ഏകദേശം നമ്മൾ പങ്കുവച്ചു കഴിഞ്ഞു. നമുക്കിനി ഈ വീടിന്റെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് ഒന്ന് കയറി നോക്കാം. സ്റ്റെയർവേ വരുന്ന ഭിത്തിയിൽ നല്ലൊരു ഡിസൈൻ വർക്ക് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറി വരുമ്പോൾ നമുക്ക് ആദ്യം കാണാൻ സാധിക്കുന്നത് ചെറിയൊരു ലിവിംഗ് സ്പേസ് ആണ്. ലിവിംഗ് ഏരിയയുടെ ഒരു കോർണറിലായി ഒരു സ്റ്റഡി ടേബിളും ചെയ്തിരിക്കുന്നത് നമുക്കിവിടെ കാണാം. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഈ വീട്ടിലെ യൂട്ടിലിറ്റി ഏരിയ ആണ്. വീടിനോട് കൂടെ തന്നെ വാർത്ത് ഭംഗിയാക്കി തന്നെയാണ് യൂട്ടിലിറ്റി ഏരിയ ചെയ്തിരിക്കുന്നത്. നല്ലൊരു വുഡൻ ഫിനിഷിലുള്ള ടൈലൊക്കെ കൊടുത്ത് അതിമനോഹരമാക്കി തന്നെ യൂട്ടിലിറ്റി ഏരിയ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. വാഷിംഗ് മെഷീൻ വെക്കുന്നതിനായിട്ടുള്ള പോയിന്റും ഇവിടെ നമുക്ക് കാണാം. ഈ ഭാഗത്തു നിന്ന് തന്നെയാണ് ഈ വീടിന്റെ ടെറസിലേക്ക് പോകാനുള്ള എൻട്രൻസ് വരുന്നത്. അടുത്തതായി നമുക്ക് ഈ വീട്ടിലെ 2ാമത്തെ ബെഡ്റൂം ഒന്ന് കാണാം.
താഴത്തെ നിലയിലേതുപോലെ തന്നെ വലിയൊരു ബെഡ്റൂം തന്നെയാണ് ഇവിടെയും നമുക്ക് കാണാനാവുന്നത്. യാതൊരുവിധ മാറ്റങ്ങളും കൂടാതെ അതേ വലിപ്പത്തിൽ തന്നെയുള്ള കബോർഡ് വർക്കുമാണ് ഈ റൂമിൽ നൽകിയിരിക്കുന്നത്. വിൻഡോയിൽ നൽകിയിരിക്കുന്ന പാനലിംഗ് വർക്കുകൾ നല്ലൊരു ഫീല് തന്നെയാണ് ബെഡ്റൂമിൽ നമുക്ക് നൽകുന്നത്. ഭംഗിയായിട്ടുള്ളൊരു സീലിംഗ് വർക്കും ഈ റൂമിൽ നൽകിയിരിക്കുന്നത് നമുക്ക് കാണാം. അടുത്തതായി നമുക്ക് ഈ റൂമിലെ അറ്റാച്ച്ഡ് ബാത്റൂം ഒന്ന് കണ്ടു നോക്കാം. ഇനി നമ്മൾ പോകുന്നത് ഈ വീട്ടിലെ മൂന്നാമത്തെയും അവസാനത്തെയും ബെഡ്റൂമിലേക്കാണ്. ഈ വീട്ടിലെ എല്ലാ ബെഡ്റൂമുകളും അത്യാവശ്യം നല്ല വലിപ്പത്തിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. മറ്റ് 2 റൂമുകളിലുള്ള പോലെ തന്നെ വലിയൊരു 3 വാളുകളുള്ള വാർഡ്രോബ് തന്നെയാണ് ഇവിടെയും നൽകിയിരിക്കുന്നത്. മനോഹരമായൊരു സീലിംഗ് വർക്ക് ഈ റൂമിലും നൽകിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ റൂമിലെ അറ്റാച്ച്ഡ് ബാത്റൂം ഒന്ന് കണ്ടു നോക്കാം. ഇനി നമ്മൾ കടന്നു ചെല്ലുന്നത് ഈ വീട്ടിലെ അവസാന ഭാഗമായ ബാൽക്കണിയിലേക്കാണ്. 15 അടിയോളം നീളവും 8 അടിയോളം വീതിയുമുള്ള വലിയൊരു ബാൽക്കണി തന്നെയാണ് ഇവിടെ നമുക്ക് കാണാനാവുന്നത്. നല്ലൊരു പാനലിംഗ് വർക്കൊക്കെ കൊടുത്ത് ഭംഗിയാക്കി തന്നെയാണ് ഈ ഏരിയ ഫിനിഷ് ചെയ്തിരിക്കുന്നത്. ഈ വീടുമായി ബന്ധപ്പെട്ട എല്ലാവിധ വിശേഷങ്ങളും ഏകദേശം നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു. നമുക്കിനി ഈ വീടിൻ്റെ വിലയൊന്ന് നോക്കാം. 3.25 സെന്റ് ഒറിജിനൽ ലാൻഡിൽ 1650 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂം പ്ലസ് യൂട്ടിലിറ്റി ആയിട്ട് പണിതിരിക്കുന്ന ഈ വീടിന് ബിൽഡർ ചോദിക്കുന്ന വില 63 ലക്ഷം രൂപ മാത്രമാണ്. വില തീർച്ചയായും നെഗോഷ്യബിൾ ആണ്. കൂടാതെ ഈ വില്ല ആരെങ്കിലും നേരിൽ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ ചോയ്സ് പ്രോപ്പർട്ടീസുമായി ബന്ധപ്പെടേണ്ടതാണ്. ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. മറ്റൊരു ദിവസം പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ തൽക്കാലം ഞങ്ങൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.